മെമ്മelymealcourt. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ഫിഷ് ഫ്രൈ ആണ്. നമ്മൾ ഒരു ചിക്കൻ ഫ്രൈ സ്റ്റൈലിലാണ് ഈ ഒരു ഫിഷ് ഫ്രൈ തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് മീനിലേക്ക് തേച്ച് പിടിപ്പിക്കാനുള്ള മസാല തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 ചെറുള്ളി, ഒരു മീഡിയം കഷ്ണം ഇഞ്ചി ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുത്താൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. കൂടാതെ 8-10 അല്ലി വെളുത്തുള്ളി, കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 2 വറ്റൽ മുളകും ഒരു പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് എരിവിന് വേണ്ടിയിട്ടല്ല, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. ഇതെല്ലാം കൂടിയിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, കൂടെ തന്നെ 1 ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണ കൂടി ചേർക്കുന്നുണ്ട്. പച്ച വെളിച്ചെണ്ണ ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിപ്പോൾ കുറച്ചൊന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇനി മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ലൂസാക്കി എടുക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് നമുക്കിതിലേക്ക് മുറിച്ച് വച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1/2 കിലോ പേതൽ മീനാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു മീനിൻ്റെ പൊതുവായിട്ട് പറയുന്ന പേര് എനിക്കറിയില്ല. ആർക്കെങ്കിലും ഒന്ന് അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഈ ഒരു മീൻ തന്നെ വേണമെന്നില്ല, നമുക്ക് ഇതുപോലെ മുറിച്ച് കഷ്ണങ്ങളായി കിട്ടുന്ന ഏതൊരു മീൻ ഉപയോഗിച്ചിട്ടും ഈ ഒരു ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. മീനിലേക്ക് മസാലയൊക്കെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. കുറഞ്ഞത് 1/2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇനി കൂടുതൽ സമയമുണ്ടെങ്കിൽ 2-3 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് നല്ലതായിരിക്കും. ഇവിടെ ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഇതൊന്ന് പുറത്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. മീൻ വറുത്തെടുക്കാനായിട്ട് സ്റ്റൗവിൽ പാൻ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ ഉപയോഗിച്ചിട്ടാണെങ്കിലും നമുക്കത് വറുത്തെടുക്കാം. എന്നാലും നല്ലൊരു ടേസ്റ്റിന് എപ്പോഴും വെളിച്ചെണ്ണയായിരിക്കും കൂടുതൽ നല്ലത്. വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ അതിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള തണുപ്പൊക്കെ ഒന്ന് മാറി ഉള്ളൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. പിന്നെ കുറച്ച് വലിയ പീസായതുകൊണ്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചാൽ മാത്രമേ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഒരു 4-5 മിനിറ്റ് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ ഒരു സൈഡ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 4-5 മിനിറ്റ് കൊണ്ട് ഈ ഒരു സൈഡ് ഏകദേശം ഒന്ന് വെന്ത് കിട്ടിക്കോളും. ഇനി നമുക്ക് മറ്റേ സൈഡ് കൂടി ഇതുപോലെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഒരു 3-4 മിനിറ്റ് കൂടി ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഈ ഒരു സൈഡ് കൂടി വേവിച്ചെടുത്തതിന് ശേഷം പിന്നീട് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമ്മുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട് എത്രത്തോളം നമുക്ക് ഫ്രൈ ആയി കിട്ടണോ ആ ഒരു പാകം വരെ തിരിച്ച് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മീൻ പെട്ടെന്നൊന്ന് വെന്ത് കിട്ടണം, ഇത്രയധികം ഓയിലൊന്നും എടുക്കാൻ താല്പര്യമില്ല എങ്കിൽ ചെറിയ പീസായിട്ട് കട്ട് ചെയ്താൽ മതിയാവും. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടിക്കോളും. പിന്നെ കുറച്ച് ഓയിലിൻ്റെ ആവശ്യം മാത്രമേ വരത്തുള്ളൂ. ഇവിടെ ഇപ്പോൾ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലോട്ട് ഇതുപോലെ ഒരു ചെറിയ സവാള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് എല്ലായിടത്തും ഒന്ന് വിതറി കൊടുക്കാം. ഇവിടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ഇത് രണ്ടും ചേർന്നിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് നമ്മുടെ ഈ ഫിഷ് ഫ്രൈക്ക് കിട്ടും. 2 മിനിറ്റിന് ശേഷം മൂടി തുറന്ന് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തിട്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ ഫിഷ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി കൊണ്ട് നമുക്ക് ചിക്കൻ ഫ്രൈയും ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ എനേബിൾ ചെയ്ത് അതിൽ കാണുന്ന 3 ഓപ്ഷൻസിൽ ആദ്യം കാണുന്ന ഓപ്ഷൻ ഓൾ കൊടുക്കുകയാണെങ്കിൽ ഈ ചാനലിലൂടെ ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. അതുവരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.